നമസ്കാരം. വരയിടം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വരച്ചിരിക്കുന്നത് പത്മപത്ര നയനമാണ്. നീണ്ട് നന്നായി വിടർന്ന നയനങ്ങൾക്ക് ചിത്രസൂത്രകാരൻ പേര് നൽകിയിരിക്കുന്നത് പത്മപത്ര നയനമെന്നാണ്. താമര ഇതൾ പോലെയുള്ള നയനം. എഴുത്തച്ഛൻ പറയുന്ന കമലദള നയനനൊടു വിജയനഥ ചൊല്ലിനാൻ, അതുപോലെ നളിന നയന നാരായണ. ഇവിടെ പറയുന്ന കമലവും നളിനവും താമരയാണല്ലോ. താമരക്കണ്ണൻ കവികൾക്ക് സുന്ദരൻ തന്നെ. പ്രസ്ഥസ്യ രുദതശ്ചൈവ പത്മപത്രനിഭം ഭവേത് എന്നാണ് ചിത്രസൂത്രത്തിൽ പറയുന്നത്. ഭയപ്പെട്ടവർക്കും കരയുന്നവർക്കും താമരദള നയനം എന്ന് അർത്ഥം. ഭയന്നോ കരഞ്ഞോ ഉള്ള ഭാവത്തിൽ വരയ്ക്കുമ്പോൾ പുരികത്തിൻ്റെ അറ്റം വളച്ചാണ് വരയ്ക്കാറ്. ഇതിനു മുമ്പ് ചിത്രസൂത്രത്തിൽ പറയുന്ന ചാപാകൃതിയുള്ള കണ്ണുകൾ, മത്സ്യോദരം ആകൃതിയിലുള്ള കണ്ണുകൾ, ഉൽപ്പലപത്ര ആകൃതിയിലുള്ള കണ്ണുകൾ ഇവയുടെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് കമൻറ്റ് ബോക്സിൽ നൽകുന്നതാണ്. പത്മപത്ര ആകൃതിയിലുള്ള കണ്ണുകൾ വരയ്ക്കുന്നത് ഒരു മുഖം വരച്ചുകൊണ്ടാണ്. ആദ്യം മുഖത്തിനും കണ്ണുകൾക്കും യെല്ലോ ഓക്കർ കളറിൽ ഒരു ബേസ് ആയിട്ടൊരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ബേൺസീന കൊണ്ട് അതൊന്നുകൂടെ തെളിയിച്ചെടുക്കുകയാണിപ്പോൾ ചെയ്യുന്നത്. അതുപോലെ ആഭരണങ്ങൾക്ക് കാംബോജ് ഹ്യൂ എന്ന് പറയുന്ന മഞ്ഞ കളറാണ് നൽകിയിരിക്കുന്നത്. ആഭരണ ഭാഗങ്ങൾക്കൊക്കെ ആ നിറമാണ് അടിച്ചിരിക്കുന്നത്. അതിനുശേഷം ക്രിംസൺ ലേക്ക് എന്ന് പറയുന്ന നിറം കൊണ്ട്, ചുവപ്പ് നിറം കൊണ്ട് ഷെയ്ഡും കൊടുത്തിട്ടുണ്ട് ആഭരണങ്ങൾക്ക്. ഞാനിപ്പം പേപ്പറിൽ വാട്ടർ കളർ കൊണ്ടാണ് വരയ്ക്കുന്നത്. സാധാരണ മ്യൂറൽ ചിത്രങ്ങൾ ചെയ്യുന്നത് ക്യാൻവാസിൽ അക്രിലിക് പെയിൻറ്റുകൾ കൊണ്ടാണ്. ഇത് പൂർണ്ണമായിട്ടുള്ള മ്യൂറൽ ചിത്രമല്ല, കണ്ണ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് പേപ്പറിൽ വാട്ടർ കളർ കൊണ്ട് ചെയ്തു പോകുന്നത്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല പെയിൻറ്റിങ്ങിൽ. പക്ഷേ അക്രിലിക് കളറാകുമ്പം വേഗം ഉണങ്ങും. അതുകൊണ്ട് ഒരു കോട്ടടിച്ച് അടുത്ത കോട്ടടിച്ച് അങ്ങനെ പോകാൻ അല്പം എളുപ്പമുണ്ട്. വാട്ടർ കളറാകുമ്പോൾ നമ്മളൊന്ന് ഉണങ്ങാനായിട്ട് കാത്തിരിക്കണം. അതുപോലെ വാട്ടർ കളർ ഒന്നിന് മുകളിൽ ഒന്ന് അടിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലേ പടരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് വേണം വാട്ടർ കളർ ചെയ്യാനായിട്ട്. ഇത്രയും ചെയ്ത ശേഷം പിന്നീട് ചെയ്യേണ്ടത് കണ്ണിന് കറുപ്പെഴുതുകയാണ്. മ്യൂറലിൻ്റെ അവസാന ഭാഗമാണ് കണ്ണിന് കറുപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ആ കണ്ണിൻ്റെ കൃഷ്ണമണിയും കണ്ണ് വരയ്ക്കുന്നതും അതുപോലെ പുരികം വരയ്ക്കുന്നതുമൊക്കെ ബ്ലാക്ക് കൊണ്ട് ഒന്നുകൂടെ വരയ്ക്കുമ്പം പടത്തിന് നല്ലൊരു എടുപ്പ് കിട്ടും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക്, കമൻറ്റ്, ഷെയറും ഒക്കെ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. മുഖത്തിന് ഞാനിവിടെ കാര്യമായിട്ട് ഷെയ്ഡ് കൊടുത്തിട്ടില്ല. എന്നാലും ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആ ബ്ലാക്ക് കൊണ്ട് വശമൊക്കെ ഒന്ന് വരച്ച് വിടുന്നുണ്ട്. ചിത്രം പൂർണ്ണമായിട്ട് വരയ്ക്കുമ്പോൾ ആ ചെവിക്ക് പുറകിലായിട്ട് പൂക്കൾ വരയ്ക്കും. അതുപോലെ തലമുടി വരും. ആ ഭാഗമൊക്കെ വരുമ്പം വളരെ വ്യക്തമായിട്ട് മുഖം തിരിഞ്ഞ് വരും. ഇതിപ്പോൾ അതൊന്നും വരയ്ക്കുന്നില്ലാത്തതുകൊണ്ട് ബ്ലാക്ക് കൊണ്ട് മാത്രം അവിടെ ഒന്ന് തിരിച്ചു വിടുകയാണ്. അതുപോലെ മുഖം വരച്ചപ്പോൾ മുഖത്തിൻ്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടൊരു കുണ്ടലവും വരച്ചിട്ടുണ്ട്. മകരകുണ്ടലം എന്ന് പറയുന്നത് മത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള കുണ്ടലമാണ്. സാധാരണ അത് മഹാവിഷ്ണുവിന്, ശ്രീകൃഷ്ണനും ഒക്കെയാണ് മകരകുണ്ടലം വരയ്ക്കാറ്. ഞാൻ വെറുതെ അതുപോലൊരു കുണ്ടലം ഒന്ന് വരച്ച് ചേർത്തന്നേ ഉള്ളൂ. കുണ്ടലോ മാലകളൊക്കെ ഓരോ വരകളും ബ്ലാക്ക് കൊണ്ട് ഒന്നുകൂടെ എടുത്ത് വരയ്ക്കുമ്പോൾ അതിന് ഒന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ഭംഗി കിട്ടും. പക്ഷേ ഞാനിവിടെ മുഴുവൻ ഭാഗമൊന്നും ബ്ലാക്ക് കൊണ്ട് വരയ്ക്കുന്നില്ല. കുറച്ച് വരകൾ മാത്രം പടത്തിൻ്റെ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ബ്ലാക്ക് ഇട്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അവസാനം വരെയും കണ്ടതിന് നന്ദി.